ചേലക്കരയിൽ ഇടതുമുന്നണിയുടെ ലീഡ് നിലയിൽ മാറ്റമുണ്ടാകുന്നു. അതേസമയം പാലക്കാട് 18 വോട്ടുകളായി സി കൃഷ്ണകുമാർ തന്നെ തപാൽ വോട്ടുകളിലെ ലീഡ് നില നിലനിർത്തുന്നു. 18 വോട്ടുകൾക്കാണ് അദ്ദേഹം മുന്നിൽ നിൽക്കുന്നത്. വയനാട്ടിൽ 2300 എന്ന കണക്കിൽ ലീഡ് നിലയിൽ പ്രിയങ്ക ഗാന്ധി തന്നെ ലീഡ് ചെയ്യുന്നു. അതാണ് ചിത്രം. വയനാട്ടിലും തപാൽ വോട്ടുകളുടെ കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. 2300 എന്ന കണക്ക് ഒരു വലിയ മജോറിറ്റി നൽകുന്നു എന്ന സൂചന കൂടിയാണോ എന്ന സംശയം കൂടി പ്രകടമാകുന്നുണ്ട്. എന്തായാലും പാലക്കാടും ചേലക്കരയിലും വേഗത്തിൽ ഫലം പുറത്തു വരുന്നു. പാലക്കാട് 18 വോട്ടുകൾക്ക് ഇപ്പോഴും 8 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് പാലക്കാട്. സി കൃഷ്ണകുമാർ 8 വോട്ടുകൾക്ക് രാഹുൽ മാറുന്നു. അവിടെ UDF ലീഡ് പിടിക്കുന്നു. UDF പാലക്കാട് ലീഡ് പിടിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം 8 വോട്ടുകൾക്ക് UDF ലീഡ് പിടിക്കുന്നു. എന്താണ് സൂചന? ഇഞ്ചോടിഞ്ച് പോരാട്ടം പാലക്കാട്. മാറിമറിയുന്ന ഫലസൂചനകൾ. തുടക്കം തൊട്ടേ സസ്പെൻസ്. തുടക്കം തൊട്ടേ പാലക്കാട് പറയുന്ന രാഷ്ട്രീയം പ്രകടമാണ്. ചേലക്കരയിൽ 126 വോട്ടുകൾക്ക് UR പ്രദീപ്. പാലക്കാട് മാറുന്നു. പാലക്കാട് BJPയിൽ നിന്ന് മാറി UDF ലീഡ് പിടിക്കുന്നു. 8 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടം ലീഡ് നേടുന്നു. 961 തപാൽ വോട്ടുകളാണ് ഉള്ളത്. 961 ഇപ്പോൾ ലീഡ് 8 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നു. ഏറ്റവും ഒടുവിലത്തെ വിവരം അപ്ഡേറ്റ് ആണിത്. രാഹുൽ മാങ്കൂട്ടത്തിൽ 8 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് പാലക്കാട്. നേരത്തെ ലീഡ് സി കൃഷ്ണകുമാറിനായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ 8 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ചേലക്കരയിൽ 126 വോട്ടുകൾക്ക് ഇപ്പോഴും ലീഡ് ചെയ്യുന്ന LDF ആണ്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി 2300 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെ 961 തപാൽ വോട്ടുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. യെസ്, കൃത്യമായ സൂചനയാണ്. കാരണം 1486 തപാൽ വോട്ടുകളാണ്. തപാൽ വോട്ടുകൾ ഇപ്പോൾ സമയം 8:23. ഏറെക്കുറെ തപാൽ വോട്ടുകൾ പൂർത്തിയായിരിക്കണം. അങ്ങനെയെങ്കിൽ തപാൽ വോട്ടുകളുടെ മജോറിറ്റിയിലേക്ക് UDF വരുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് ട്രെൻഡ് മറ്റൊന്നാണോ എന്ന സൂചന കൂടി വരികയാണ്. നഗരമേഖലകളുടെ പോളിംഗ് ആരംഭിക്കുകയാണ്. EVM മെഷീൻ എടുത്തു തുടങ്ങുകയാണ്. അതിന്റെ സൂചന കൂടി പ്രകടമാവുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് തപാൽ വോട്ടുകളിലാണ്. തപാൽ വോട്ടുകൾ 1486 തപാൽ വോട്ടുകളാണ്. അതിന്റെ എണ്ണലാണ് പുരോഗമിക്കുന്നത്. EVM മെഷീനും ആരംഭിക്കുകയാണ്. പോസ്റ്റൽ ബാലറ്റുകൾ പെട്ടെന്ന് എണ്ണുന്നുണ്ട്. PRDയിൽ നിന്ന് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ചേലക്കരയിൽ 5 ടേബിളുകളിലായിട്ട് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്നാണ് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നത്. ചേലക്കരയിൽ കൂടുതൽ പോസ്റ്റൽ ബാലറ്റുകൾ ഉണ്ടായിരുന്നു. 1486 ആയിരുന്നു. അതിലാണ് ഇപ്പോൾ 152 വോട്ടിന്റെ ലീഡ് കിട്ടിയിരിക്കുന്നത് LDFന്. പാലക്കാട് 8 വോട്ടിന്റെ ലീഡ് ഇപ്പോൾ രാഹുലിന്. 961 ആണ് അല്ലെ പോസ്റ്റൽ ബാലറ്റുകളും മറ്റ് വോട്ടുകളും ഹോം വോട്ടുകളും എല്ലാം ഉൾപ്പെടെയാണ്. ഒരു അറിയിപ്പ് കൂടി 65 വോട്ടുകൾക്ക് സി കൃഷ്ണകുമാറിന്റെ ലീഡ്. BJP വീണ്ടും ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. പാലക്കാട് 65 വോട്ടുകളുടെ ലീഡ്. അതേസമയം ചേലക്കരയിൽ ഇപ്പോഴും ലീഡ് LDFനാണ്. അങ്ങനെ തപാൽ വോട്ടുകളിൽ 65 വോട്ടുകളുടെ ലീഡ് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് സി കൃഷ്ണകുമാറിന്. യെസ്, തപാൽ വോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്ന ഫലസൂചനകൾ. 5 മിനിറ്റിനുള്ളിൽ EVM മെഷീനുകളുടെ കൗണ്ടിംഗ് ആരംഭിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഫലസൂചനകൾ വളരെ വേഗത്തിൽ വരും. തപാൽ വോട്ടുകൾ തന്നെ വലിയ മാറ്റം, ചാഞ്ചാട്ടം പ്രകടമാണ്. ഇരുപക്ഷവും LDF BJPയും കോൺഗ്രസും തമ്മിലുള്ള മാറ്റം, മേധാവിത്വം പ്രകടമായി തന്നെ വരുന്നു. ഇതാ UDF സീറ്റ് ലീഡ് നില പിടിച്ചെടുത്തു. ഇപ്പോൾ പാലക്കാട് വീണ്ടും തപാൽ പ്ലസ് ഹോം ആണ്. അതാണ് തപാൽ വോട്ടുകളും ഹോം വോട്ടുകളും ഇതിനകത്തുണ്ട്. അതിന് 2 ടേബിളുകളാണ് അതിന് നീക്കി വെച്ചിരിക്കുന്നത്. ആ ടേബിളുകളിൽ അപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന റിസൾട്ടാണ്. 65 വോട്ടുകൾക്ക് ലീഡ് ഇപ്പോൾ സി കൃഷ്ണകുമാറിന് കിട്ടുകയാണ്. വോട്ടിംഗ് മെഷീനുകൾ കൗണ്ടിംഗ് ടേബിളുകളിൽ നിരന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പാലക്കാട് അവസാനിക്കാൻ പോവുകയാണ് തപാൽ വോട്ടുകളുടെ എണ്ണം. ഇപ്പോൾ വോട്ടിംഗ് മെഷീനുകൾ കൗണ്ടിംഗ് ടേബിളുകളിൽ നിരത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ വരുന്നു. എന്തായാലും അല്പസമയത്തിനകം ആദ്യ റൗണ്ട് അത് ഒരൊറ്റ ക്ലിക്കിൽ കിട്ടും. ആദ്യ റൗണ്ട് അല്ലെ, ഓരോ വോട്ടിംഗ് മെഷീനിലും ഓരോ ക്ലിക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്താൽ ഉടൻ തന്നെ വരികയാണ്. ഓരോ വോട്ടിംഗ് മെഷീനിലും എത്ര വോട്ടുകളാണെന്ന്. അങ്ങനെ ആദ്യ 14 ബൂത്തുകളിലെ വോട്ടറിയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇപ്പോൾ തപാൽ വോട്ടുകളിൽ മുന്നേറുന്നത് BJP ആണ് 65 വോട്ടുകൾക്ക്. യെസ്, അതാണ് ചിത്രം. തപാൽ വോട്ടുകളിൽ പാലക്കാട് BJPയുടെ മുന്നേറ്റം 65 വോട്ടുകൾക്ക്. വയനാട്ടിൽ 4037 പ്രിയങ്ക ഗാന്ധി ലീഡ് നില ഉയർത്തുന്നു. ചേലക്കരയിൽ 166 മാറുന്നു. പാലക്കാടും ലീഡ് നില ഉയർത്തുന്നു BJP. 103 ഇപ്പോഴും തപാൽ വോട്ടുകളാണ്. തപാൽ വോട്ടുകൾ തീർന്നിട്ടില്ല. 961 തപാൽ വോട്ടുകളാണുള്ളത്. അവിടെയാണ് 103ന്റെ ലീഡ് സി കൃഷ്ണകുമാറിന്. യെസ്, പ്രേക്ഷകർ ശ്രദ്ധിക്കുക. കേരളത്തിലെ 3 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പുറമെ ദേശീയ തലത്തിൽ ഝാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും
നേരിട്ടുള്ള പ്രതിനിധികളാണ് ഞങ്ങൾക്ക് അവിടെ ഉള്ളത്. ഏറ്റവും വേഗത്തിലുള്ള അപ്ഡേഷൻ, ഔദ്യോഗിക ഫല സൂചനകൾക്ക് മുമ്പ് തന്നെ ഏറ്റവും വേഗത്തിൽ, ഏറ്റവും കൃത്യതയാർന്ന അപ്ഡേഷനിലാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ശ്രദ്ധിക്കുക, ന്യൂസ് 18 ഫോളോ ചെയ്യുക. ഇതാ അപ്ഡേഷൻ ഇങ്ങനെയാണ്. പാലക്കാട് 103 വോട്ടുകൾക്ക് BJP മുന്നിൽ നിൽക്കുന്നു. ചേലക്കരയിൽ 166 വോട്ടുകളായി ഇടതു മുന്നണി ലീഡ് നിലനിർത്തുന്നു. തപാൽ വോട്ടുകളിൽ 103ന്റെ ലീഡാണ് ഇപ്പോൾ BJPക്കുള്ളത്. ഇതൊരു ട്രെൻഡായി മാറുമോ എന്നുള്ളതാണ്. എന്തായാലും പാലക്കാട് നഗരസഭ എണ്ണുമ്പോഴും ഈ സൂചനയിൽ മാറ്റമുണ്ടാകില്ല എന്ന് വേണം ഇപ്പോൾ കരുതാൻ, അല്ലേ സൈത്തെ? ആദ്യ റൗണ്ട് ഒന്ന് വരട്ടെ, ആദ്യ റൗണ്ട് എണ്ണട്ടെ, അപ്പോൾ അറിയാം BJP അവിടെ മുന്നേറ്റം തുടരുമോ എന്നുള്ള കാര്യം. ചേലക്കരയിൽ 65 വോട്ടുകൾക്ക് ലീഡ് കുറഞ്ഞു, അല്ലേ? ചേലക്കരയിൽ 65 വോട്ടുകൾക്ക് UR പ്രദീപ് ലീഡ് ചെയ്യുകയാണ്. ഇപ്പോഴും പോസ്റ്റൽ ബാലറ്റുകൾ സാധാരണ LDFിനാണ് കൂടുതൽ അനുകൂലമായിട്ട് വരുന്നത്. ഇത്തവണയും ചേലക്കരയിൽ അതിന് മാറ്റമില്ല. പക്ഷേ പാലക്കാട് അങ്ങനെയല്ല. 103 വോട്ടുകൾക്ക് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് BJP ആണ്. യെസ്, അതാണ് തെരഞ്ഞെടുപ്പ് ചിത്രം. തപാൽ വോട്ടുകൾ, തപാൽ ഹോം വോട്ടുകളുടെ ചിത്രമാണ് ഈ വരുന്നത്. 103 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത് പാലക്കാട് BJP ആണ്. വയനാട്ടിൽ 4037 വോട്ടുകളായി പ്രിയങ്ക ഗാന്ധി ലീഡ് നില ഉയർത്തുന്നു. അതേസമയം UR പ്രദീപും ചേലക്കരയിൽ തപാൽ വോട്ടുകളിലെ മേധാവിത്വം തുടരുകയാണ്. 65 വോട്ടുകളാണ് അവിടെയും സാഹചര്യം. ഇത് തപാൽ ഹോം വോട്ടുകൾ മാത്രമാണ്. EVM മെഷീന്റെ വോട്ടുകൾ കൗണ്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. പ്രേക്ഷകർ ഓർക്കണം, ഓരോ ബൂത്തുകളുടെയും സാഹചര്യങ്ങളും രാഷ്ട്രീയ സ്വഭാവവും വ്യത്യസ്തമാണ്. പാലക്കാടിന്റെ നഗരസഭാ മേഖലകളിലെ ആദ്യ കൗണ്ടിംഗ് ട്രെൻഡുകൾ പുറത്തു വന്നിട്ടില്ല. അത് ഉടൻ തന്നെ എത്തും. അപ്പോൾ ആര് മുന്നിലെന്ന സൂചനയാണ്. അവിടെ BJPയുടെ മേധാവിത്വമാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം നഗരസഭ BJPയുടെ കയ്യിലാണ്. BJPക്ക് മേൽക്കൈ ഉണ്ടാകുമെന്ന കാര്യം എതിർ ചേരികൾ LDFും UDFും ഒരേപോലെ അംഗീകരിച്ചതാണ്. അതുകൊണ്ട് എത്ര കണ്ട് മുന്നേറാം പാലക്കാട് നഗരമേഖലകളിൽ BJPക്ക് കഴിയുമെന്നത് പ്രധാനപ്പെട്ടതാണ്. പാലക്കാട് നഗരത്തിൽ എന്ത് മുന്നേറ്റമുണ്ടാക്കാൻ BJPക്ക് കഴിയും. പാലക്കാട് 2ാം സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. പാലക്കാട് 103 വോട്ടുകളുമായി BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ മുന്നിൽ നിൽക്കും. ഇപ്പോഴും C കൃഷ്ണകുമാറിന്റെ ലീഡ് 103-ൽ തുടരുകയാണ്. വോട്ടിംഗ് മെഷീനുകൾ ടേബിളിൽ നിരത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം ആദ്യ റൗണ്ടിന്റെ സൂചന അറിയാം. അതിനുവേണ്ടി കാത്തിരിക്കുക. ഇപ്പോൾ 52 വോട്ടുകളുടെ ലീഡ് പാലക്കാട്. 52 വോട്ടുകൾക്ക് BJP ലീഡ്. 240 ആണ് ചേലക്കരയിലെ ലീഡ് LDFിന്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി